കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ ജേക്കബ്. സ്വന്തം പൂർവ്വജന്മത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിൽ രാമേന്ദ്രൻ എന്ന പേരിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ മന്ത്രിയെ കുളത്തിൽ മുക്കിക്കൊന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുത? മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS കുറച്ചു ദിവസമായി എയറിലാണല്ലോ. പൂർവ്വജന്മത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് അതിന് കാരണം. അലക്സാണ്ടർ ജേക്കബിനെ അനുകൂലിച്ചും പരിഹസിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ സജീവമാണ്. കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നുവെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത്. അമ്പലപ്പുഴ രാജാവായിരുന്ന രാമേന്ദ്രനെ ധിക്കരിച്ചതിനെ തുടർന്ന് ആ മന്ത്രി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയായിരുന്നു. കുളത്തിൽ മുക്കിയാണ് അന്ന് വധശിക്ഷ നടപ്പാക്കിയത്. ഭൃഗുസംഹിതയിൽ എല്ലാവരുടെയും പൂർവ്വകാലവും വരുംകാലവുമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. നാഡീജ്യോതിഷക്കാരൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നെന്നും അദ്ദേഹം പറയുന്നു. കൊല്ലത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആത്മാവിനെ ഒഴിപ്പിച്ച കഥയും അദ്ദേഹം പറയുന്നുണ്ട്. ആത്മാവിനെ നേരിട്ട് കണ്ടെന്നും ഒന്നിനെ പിടിക്കാൻ വന്നയാൾ 4 കൊണ്ടുപോയെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഒരു കഥ കേൾക്കും പോലെ നമ്മൾ കേട്ടിരിക്കും. കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ ആത്മാവിനെ കണ്ടതും അത് ഡാൻസ് ചെയ്തതുമൊക്കെയാണ് മറ്റൊരു കഥ. ഇതാദ്യമല്ല അലക്സാണ്ടർ ജേക്കബ് പൂർവ്വജന്മത്തിലും ആത്മാവിലുമുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മുമ്പ് കണ്ണൂരിൽ ജോലി ചെയ്യുമ്പോൾ കൊല്ലപ്പെട്ടയാളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ച കാര്യം അദ്ദേഹം പറഞ്ഞത് ഏതാനും വർഷം മുമ്പാണ്. രാത്രി ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ ഒരു തുമ്പും കിട്ടാതിരുന്നപ്പോൾ കീഴുദ്യോഗസ്ഥനാണ് ആത്മാവിനെ വിളിച്ചു വരുത്തി കൊലയാളിയെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞതത്രേ. കോട്ടയത്തുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലരാണ് ആത്മാവിനെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ അവിടെ പോയി ആവശ്യം അറിയിച്ചു. അവർ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി. കൊലയാളിയെക്കുറിച്ച് ആത്മാവ് സൂചന നൽകി. പാതാളത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ വലിയ വേദനയാണെന്ന് ആത്മാവ് ദയനീയമായി പറഞ്ഞത്രേ. അയ്യോ, എന്നാൽ അദ്ദേഹത്തെ വേദനിപ്പിക്കരുതേ എന്ന് മരിച്ചയാളുടെ ഭാര്യ പറഞ്ഞതിനാൽ ആത്മാവിനെ ഉടൻ തന്നെ മടക്കി അയക്കുകയായിരുന്നു. 2 പേരായിരുന്നു കൊലയാളികൾ. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവരെ പിടികൂടിയെന്നും മുൻ DGP പറയുന്നുണ്ട്. 30 വർഷം മുമ്പ് ആത്മാവ് പറഞ്ഞതനുസരിച്ച് പിടികൂടി ജയിലിലിട്ടവരുടെ വിധി എന്തായാലും ഇനി സഹതപിക്കാനേ കഴിയൂ. അതിനു മുമ്പും ശേഷവും കേരളത്തിൽ നിരവധി കൊലക്കേസുകൾ തെളിയാനുണ്ട്. എന്തായാലും പിന്നീട് ആത്മാവിനെ വിളിപ്പിച്ച് കേസ് തെളിയിച്ചതായൊന്നും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന ഇത്തരം കഥകൾ സ്ഥിരമായി പങ്കുവയ്ക്കാറുണ്ട്. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ രാജ്യം ചർച്ച ചെയ്യുന്ന കാലമാണിത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യാതൊരു തുമ്പും കിട്ടാതെ വലയുകയാണ്. അവരുടെ വെല്ലുവിളി ഈ മാർഗത്തിലൂടെ പരിഹരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ഒന്ന് പങ്കുവയ്ക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. സ്വന്തം പൂർവ്വജന്മത്തെക്കുറിച്ച് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിൽ രാമേന്ദ്രൻ എന്ന പേരിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ മന്ത്രിയെ കുളത്തിൽ മുക്കിക്കൊന്നു. എന്താണ് അതിൻ്റെ വസ്തുത? ചരിത്രത്തിലടക്കം വ്യത്യസ്ത വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളാണ് അലക്സാണ്ടർ ജേക്കബ്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പുറക്കാട് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി എന്നും അറിയപ്പെട്ടിരുന്ന ആ നാട്ടുരാജ്യം വാണിരുന്നത് ദേവനാരായണന്മാർ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ രാജാക്കന്മാരാണ്. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ രാജ്യം പിടിച്ചടക്കി തിരുവിതാംകൂറിനോട് ചേർത്തതായാണ് ചരിത്രം. ചെമ്പകശ്ശേരിയിൽ ഒരു മന്ത്രിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നതായി ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. രാജാവിനുണ്ടായ തെറ്റിദ്ധാരണ മൂലം മാത്തൂർ പണിക്കർ എന്ന മന്ത്രിയെ സമുദ്രത്തിൽ മുക്കിക്കൊന്നെന്ന കഥയാണത്. രാമേന്ദ്രൻ എന്നൊരു രാജാവിനെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. പിന്നെയുള്ളത് അമ്പലപ്പുഴ രാമേന്ദ്രനാണ്. നല്ല ലക്ഷണമൊത്ത കൊമ്പനായിരുന്നു രാമേന്ദ്രൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ചെന്നാൽ തലയുയർത്തി നിൽക്കുന്ന രാമേന്ദ്രൻ്റെ കൽപ്രതിമ കാണാം. കാര്യം ഇങ്ങനെയാണെന്നിരിക്കെ മുൻ DGP മുമ്പ് നടത്തിയ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി പരാമർശം പോലെ ഒന്നായി ഇതിനെയും കാണാൻ കഴിയും. എന്തായാലും പൂർവ്വജന്മമെന്നും ആത്മാവിനെ വിളിച്ചു വരുത്തുമെന്നും ഒക്കെ പറഞ്ഞ് കച്ചവടം നടത്തുന്നവർക്ക് നല്ല പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ നൽകുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല.